കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മൈസൂരിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതിൽ എന്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സെന്റ് ഫിലോമിന ചർച്ചിൽ നിന്നും വെറും 6 കിലോമീറ്റർ മാത്രമാണ് ഈ ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള ടൈം. നമുക്ക് ഊബർ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് ഒരു 32 രൂപ മാത്രമേ വരുത്തുള്ളൂ. ഓക്കെ, ഇതിലെ ഫസ്റ്റ് സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു. ലളിത മഹൽ. സ്പോട്ട് 1 ലളിത മഹൽ. ചാമുണ്ടി ഹിൽസ്, സൂ, പാലസ്. ഈ അതിലോട്ട് പോകുന്ന അതേ റൂട്ട് തന്നെയാണ് ലളിത മഹലിലോട്ടും പോകുന്നത്. സെയിം റൂട്ട് തന്നെയാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലളിത മഹൽ പോകാൻ പറ്റുന്നത് തന്നെയാണ്. സാധാരണ മൈസൂർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ പോകുന്ന പ്ലേസുകൾ സെന്റ് ഫിലോമിന ചർച്ച്, മൈസൂർ പാലസ്, സൂ എന്നായിരിക്കാം. ഇന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ ലളിത മഹലും ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സെന്റ് ഫിലോമിന ചർച്ചിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രമേ ഇതിനകത്തുള്ളൂ ഡിസ്റ്റൻസ് കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വരുന്നതുള്ളൂ. അപ്പൊ ഇതിനകത്ത് തന്നെ റോഡുകൾ തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം മനോഹരമാണ് നമുക്ക് ഈ റോഡുകൾ കാണുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ലളിത മഹലിന്റെ സൈൻ ബോർഡ് കാണാം. അവിടുന്ന് ടേൺ റൈറ്റ്, ആ ബോർഡ് കാണുന്ന ഭാഗത്ത് നമ്മൾ ടേൺ റൈറ്റ് ചെയ്ത് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ അറൌണ്ട് ലളിത മഹലിന്റെ ഫ്രണ്ട് ഗേറ്റിന്റെ അടുത്തോട്ടെത്തും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സെക്യൂരിറ്റി വരും. നമുക്ക് സാധാരണ ഒരു ടിക്കറ്റ് എടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ ബൈ ക്യാഷ് ആണ് കൊടുക്കേണ്ടത്. ബട്ട് ഇവിടുത്തെ കേസിൽ നമ്മൾ GPay മാത്രമേ നമുക്ക് അവർ അലോ ചെയ്യത്തുള്ളൂ. നമ്മൾ ഒരു പേഴ്സണ് 100 റുപ്പീസ് ആണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. നമ്മൾ ലളിത മഹൽ ഒരു പാലസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു ഹോട്ടലാണ്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം ബുക്ക് ചെയ്യാം. ഒരു 3500 അല്ലെങ്കിൽ 4000 റുപ്പീസ് ആണ് പെർ ഡേ അവർ പേ ചെയ്യുന്നത്. അതിനൊക്കെ തന്നെ ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഇതൊക്കെ നമുക്ക് നടത്താം. അതിനൊക്കെ 1 lakh 2 lakh സംതിങ് വെച്ചിട്ട് എമൗണ്ട് ആവുകയും ചെയ്യും. അപ്പൊ ഒരു പാലസ് എന്നൊരു കൺസെപ്റ്റിംഗ് എന്ന രീതിയിലല്ല, ഇതൊരു ഹോട്ടൽ എന്ന രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്തോട്ട് എൻട്രി ചെയ്യുകയാണ്. ആ എൻട്രി കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ഭംഗിയാണ് ആ ഒരു പാലസ് നിൽക്കുന്നത് എന്നുള്ളത്. അത്രയും നമുക്കൊരു വൈറ്റ് നല്ലൊരു അപ്പിയറൻസ് തന്നെയാണ്. നമുക്ക് നന്നായിട്ട് ഫോട്ടോസിനും ഇതിനും കാര്യങ്ങൾക്ക് എല്ലാം ബെറ്റർ ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് നമ്മൾ ഈ ലളിത മഹൽ. ലളിത മഹലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കഴിഞ്ഞ KGF 2 അതിന്റെ സെക്കൻഡ് പാർട്ട് ഷൂട്ട് ചെയ്ത ഒരു പ്ലേസ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളെ ലളിത മഹൽ. അതിനൊക്കെ തന്നെ രജനികാന്തിന്റെ മുത്തു, അങ്ങനെ കുറേയധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ ക്യാമറ കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1500 ആണ് അവരുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. നമ്മൾ ഫോണുകളിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ കഴിയും. അതിനകത്ത് നോ റെസ്ട്രിക്ഷൻ. ബട്ട് നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ അകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് വീഡിയോ ക്യാമറകൾ കാര്യങ്ങൾ ഇവർ പേ ചെയ്യുന്നത് 1500 വെച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ അവർ നമുക്ക് തന്നിരിക്കുന്ന ഒരു റെസ്ട്രിക്ഷൻ, നമുക്ക് ഈ പാലസിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇടത് ഭാഗം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രമേ നമുക്ക് പോകാൻ അനുമതിയുള്ളൂ. കാരണം റൈറ്റ് സൈഡ് അവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരും അതിനൊക്കെ തന്നെ അവർക്ക് അവര് ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറന്റ് പാറ്റേൺ ഒക്കെ ആയിരിക്കും റൈറ്റ് സൈഡിലുള്ളത്. നമ്മൾ ഈ പാലസിന്റെ ഇടത് ഭാഗത്തോട്ട് മാത്രമേ നമുക്ക് പോകാനുള്ള അനുമതിയുള്ളൂ. റൈറ്റ് സൈഡിൽ ചില ഫോട്ടോ സെക്ഷൻ ഏരിയാസ് ഉണ്ട്, അവിടെ നമുക്ക് പോവാം. ഇപ്പൊ ഈ നിങ്ങൾ ഈ കാണുന്നത് കാഴ്ചകൾ ഇതിനകത്തോട്ട് നമുക്ക് പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഏരിയകൾ തന്നെയാണ്. അവിടെ ഒരു മിനി അക്വേറിയം തന്നെ ഉണ്ട്. ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു മിനി അക്വേറിയം ഉണ്ട്. ഇതിനുശേഷമാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറന്റും കാര്യങ്ങളും ഇതെല്ലാം ഉള്ളത്. നമുക്ക് വെൽക്കം ഡ്രിങ്ക് നമുക്ക് ഫ്രീ ആണ്. നമ്മൾ ടിക്കറ്റിനകത്ത് അത് ഓൾറെഡി നമ്മൾ പേ ചെയ്യുന്നുണ്ട്. നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടും. ഇപ്പൊ നിങ്ങൾ കാണുന്നത് റെസ്റ്റോറന്റ് ആണ്.
ഈ പാലസിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഭാഗം ഈ കാണുന്ന ഭാഗമാണ്. ഇവിടെ നമുക്ക് വീഡിയോസ്, ഫോട്ടോസ്, കാര്യങ്ങളെല്ലാം എടുക്കാം. അതിഗംഭീരമാണ് നമുക്ക് ഇതിനകത്തോട്ട് കയറുമ്പോൾ കിട്ടുന്ന നമുക്കൊരു ആംബിയൻസ് എന്ന് പറയുന്നത്. അപ്പം നല്ല ഫോട്ടോസുകളും അതിനൊക്കെ വീഡിയോസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് എടുക്കാൻ അവർ അനുമതി തന്നിട്ടുണ്ട്. അതിനൊക്കെ അത്ര നല്ല ബെസ്റ്റ് പ്ലേസ് ആണ് ഈ ലളിതമഹലിലെ ഈ ഒരു പോർഷൻ. എൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ ഇവിടെ തീരുകയാണ്. സെക്കൻഡ് ലൊക്കേഷൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.